പന്തളം കൊട്ടാരത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. പന്തളത്ത് ഏറ്റവും പ്രായം കൂടിയ വലിയ തമ്പുരാൻ, അദ്ദേഹത്തിന് 92 വയസ്സുണ്ട് ഇപ്പം. അപ്പോൾ അദ്ദേഹം ആണ് നിശ്ചയിക്കുന്നത് ആരാണ് രാജപ്രതിനിധിയായിട്ട് ശബരിമലയിലേക്ക് ഈ തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിക്കേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഏറ്റവും അപ്ലൈ ചെയ്യണം, ഇപ്പം ഞാൻ പോകാൻ തയ്യാറാണ് എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തത് ഞാനായിരുന്നു. പക്ഷേ 2 വർഷം അടുപ്പിച്ച് ആ കൃത്യ ദിവസമാകുമ്പം അല്ല എൻ്റെ 2 ദിവസം മുമ്പ് കുടുംബത്തിലെ ആരെങ്കിലും ഒരാൾ മരിക്കും. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റാതെ വന്നു. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റി. 2025 രാജപ്രതിനിധിയായിട്ട് പോകാൻ പറ്റി. അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ശരിക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടുകൂടി ആ പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് അടുത്ത ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തുന്നത് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വെയിലായിരുന്നു, ചൂടുണ്ടായിരുന്നു. ഈ 1 മണിക്കാണ് തിരുവാഭരണം പുറപ്പെടുന്നത്. അതിഭയങ്കര ചൂടായിരുന്നു. പക്ഷേ ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് കാർമേഘം വന്ന് ആ വെയിലെല്ലാം മറിച്ച് ആറന്മുള ക്ഷേത്രത്തിലെത്തുന്നവരെ നല്ല ഒട്ടും ചൂടില്ലാത്തൊരു അനുഭവം.